get a drama as a toy for Christmas. Hey Roses, welcome back to Rose Malayalam. അപ്പോൾ ഞാനിന്ന് കാണിക്കുന്നത് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ്. ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള ഒരു 5-6 പ്രോഡക്റ്റുകൾ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ എടുത്തിരിക്കുന്നത് പാക്കിന്റെ ടേക്ക് അവർ കൺസീലർ ആണ് ഇൻ ദ ഷെയ്ഡ് സ്കിൻ ടാൻഡ്. ഞാനപ്പോൾ ഫൗണ്ടേഷൻ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല, ജസ്റ്റ് ഈ കൺസീലർ വെച്ചിട്ട് നമ്മുടെ പാടുകളൊക്കെ മറച്ചെടുക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 5 പ്രോഡക്റ്റുകൾ മാത്രമേ വേണ്ടി വരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് ചെയ്യുമ്പോൾ അറിയാം. ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത് മെബ്ലിൻ ഫിറ്റ്മിയുടെ പൗഡർ ഫൗണ്ടേഷൻ ആണ് ഇൻ ദ ഷെയ്ഡ് 128. ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ഫൗണ്ടേഷനോ ഒന്നുമല്ല, ജസ്റ്റ് ഒരു കോമ്പാക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം, അത്രേ ഉള്ളൂ കേട്ടോ. ഇതിന് സെപ്പറേറ്റ് റിവ്യൂ ഇട്ടിട്ടുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് 2 പ്രോഡക്റ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഐബ്രോ ഫിൽ ചെയ്യാം. ഐബ്രോ ഫിൽ ചെയ്യാൻ എടുത്തിരിക്കുന്നത് സിവാന കളേഴ്സിന് ഐബ്രോ കിറ്റ് ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് ബ്രോൺസർ ആയിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. കാരണം ഇതിൻ്റെ ഈ ലൈറ്റ് ഷെയ്ഡ് വെച്ച് നമുക്ക് ബ്രോൺസർ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു പ്രോഡക്റ്റ് വേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ഐബ്രോ ഫിൽ ചെയ്യാം, ദെൻ ബ്രോൺസർ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി കാണിക്കുന്നത് ഒരു ഐഷാഡോ പാലറ്റ് ആണ്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഐഷാഡോ പാലറ്റ് വേണോ എടുക്കാം. അതിൻ്റെ അകത്ത് ഒരു ഗ്രീൻ റെഡ് ഐഷാഡോ ഉണ്ടായിരിക്കണം. പിന്നെ നമുക്ക് ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ഷെയ്ഡും കൂടെ ഉണ്ടായിരിക്കണം. നമുക്ക് ഒരു ഐഷാഡോ പാലറ്റ് വെച്ച് തന്നെ നമ്മുടെ ഐ മേക്കപ്പും ഹൈലൈറ്ററും നടക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഐ മേക്കപ്പിലേക്ക് പോകാം. അപ്പോൾ ഇത് എത്രാമത്തെ പ്രോഡക്റ്റായി? 4ാമത്തെ പ്രോഡക്റ്റായേ. ഐലാഷിനോട് ചേർന്ന് ഞാൻ ഐലൈനറായിട്ട് അപ്ലൈ ചെയ്യുന്നത് ഗ്രീൻ ആണ്. അതിനുശേഷം അതിന് മുകളിൽ റെഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതുപോലെ ഇപ്പുറത്തെ ഐസിൽ വരച്ചു കൊടുക്കാം. താഴെ ലോവർ ലാഷ് ലൈനും കൂടെ വരച്ചു കൊടുക്കാം. ലോവർ ലാഷ് ലൈനിൽ ഒരു ഔട്ടർ 1/3 മാത്രം ഞാനിപ്പോൾ ഗ്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി നമുക്ക് മുകളിൽ റെഡ് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് റെഡ് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ 4 പ്രോഡക്റ്റ് ആയിട്ടുണ്ട്. ഞാൻ കാജൽ അപ്ലൈ ചെയ്യുന്നില്ല. ഇനി അപ്ലൈ ചെയ്യുന്നത് ലിപ്സ്റ്റിക് ആണ്. ലിപ്സ്റ്റിക് ഞാൻ അത് തന്നെ ബ്ലഷ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ലാക്മിയുടെ 95 വെയ്റ്റ്ലെസ് മാറ്റ് മൂസ് ലിപ്പ് ആൻഡ് ചീക്ക് കളർ ഇൻ ദ ഷെയ്ഡ് റോസ് ടച്ച്. ഇനി നമുക്ക് നമ്മുടെ ഐഷാഡോ പാലറ്റിൽ നിന്ന് തന്നെ ഒരു ഷിമ്മറി ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് ഹൈലൈറ്റർ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഞാൻ മസ്കാര അപ്ലൈ ചെയ്യുന്നുണ്ട്. മസ്കാര തികച്ചും ഓപ്ഷനിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതിയാകും. അപ്പോൾ ഇതും കൂടെ ആകുമ്പോഴത്തേക്കും 6th പ്രോഡക്റ്റ് ആകുന്നുണ്ടല്ലേ, അതുണ്ടാകുന്നുണ്ട്. അപ്പോൾ 5 പ്രോഡക്റ്റിൽ തീർക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്യാം കേട്ടോ. ഇതും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ ഭംഗിയാണ്. മേക്കപ്പ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ലൈറ്റ് അങ്ങ് പോയിട്ട് ഫൗണ്ടേഷൻ ഗ്രേ ആയിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. 4 മേക്കപ്പ് വീഡിയോ ഞാൻ ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊക്കെ ഇഷ്യൂ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോ വരുമ്പോഴത്തേക്കും നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണം. ഇപ്പോൾ ഞാൻ കുറച്ചുകൂടെ ലൈറ്റ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇപ്പോൾ പുറത്തെ ലൈറ്റ് മങ്ങിയത് കൊണ്ട് ഇനി ഗ്രേ ആയോ എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഒരു 3-4 ക്രിസ്മസ് മേക്കപ്പ് വീഡിയോയിൽ ഈ അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അറിയത്തില്ല, ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴേ അറിയത്തുള്ളൂ ലൈറ്റ് പോയിന്ന്. എനിക്ക് കണ്ണാടിയിൽ നോക്കുമ്പോഴത്തേക്കും കറക്റ്റ് എൻ്റെ സ്കിൻ ടോണൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ വീഡിയോയിൽ അത് ഭയങ്കര ഗ്രേ ആയിട്ട് ബോറായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്.
We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. The tidings we bring to you and your kid. We wish you a Merry Christmas and a Happy New Year. ഇന്നത്തെ വീഡിയോയിൽ ലൈറ്റിംഗ് ഇഷ്യൂ ആണ്. ഞാൻ അഡീഷണൽ ഒരു ലൈറ്റും കൂടെ ഇവിടെ ഫിക്സ് ചെയ്ത് നോക്കി, എന്നിട്ടും ലൈറ്റ് ശരിയാവുന്നില്ല. ഭയങ്കര ഗ്രേ ആയിട്ട് വീഡിയോയിൽ കാണുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. നോർമലി എനിക്ക് നാച്ചുറൽ ലൈറ്റ് പ്ലസ് ട്യൂബ് ലൈറ്റ് ആൻഡ് ഇത് റിംഗ് ലൈറ്റുമാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നാച്ചുറൽ ലൈറ്റ് ഭയങ്കര ഡിം ആയിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും തുടക്കത്തിൽ കാണും, പിന്നെ ഡിം ആവും. അതെന്താണെന്ന് എനിക്കറിയില്ല. ഈ നാച്ചുറൽ ലൈറ്റ് പോയിട്ട് ഫുള്ളൊരു ഇരുണ്ട് കിടക്കുന്ന പോലെ ആവും. അപ്പോഴത്തേനുമാണ് ഇത് പിന്നെ വീഡിയോയിൽ ഗ്രേ ആയിട്ട് കാണിക്കുന്നത്. പക്ഷെ ഞാനിപ്പോൾ മിററിലൊക്കെ 2-3 മിററിൽ പോയി നോക്കിയിട്ടും ഗ്രേ അല്ല. പക്ഷെ വീഡിയോയിൽ അത് ചെറുതായിട്ട് ഗ്രേ ആയിട്ട് കാണിക്കുന്നുണ്ട്. എന്ത് ചെയ്യുമെന്ന് അറിയില്ല. ഇനിയും ക്രിസ്മസ് വീഡിയോ എടുക്കാനുണ്ട്. ഞാൻ ലൊക്കേഷൻ ചേഞ്ച് ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. എനിക്ക് ഇവിടെയാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഈ ട്രീ വയ്ക്കാനും ഒക്കെ സൗകര്യമായിട്ടുള്ളത്. പക്ഷേ ലൈറ്റിംഗ് ഭയങ്കര ദുരന്തമാണ്. ലൈറ്റ് മങ്ങിക്കിടന്നിട്ട് ഫുൾ ഗ്രേ ആയിട്ട് തോന്നിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വീഡിയോയുടെ ഇടയ്ക്കെങ്കിലും ഗ്രേ ആയിട്ട് തോന്നിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ ബോറാവുമെന്ന് എനിക്കറിയാം. പക്ഷെ എടുത്ത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ വീഡിയോസ് എനിക്കിനി ഡിലീറ്റ് ചെയ്യാനോ ഒന്ന് റീഷൂട്ട് ചെയ്യാനുള്ള സൗകര്യം ഇല്ല. ഞാൻ ഇത്തിരി തിരക്കിലായിരിക്കും ഇനി കുറച്ച് കഴിഞ്ഞിട്ട്, അപ്പം അതിന് പറ്റില്ല. അതുകൊണ്ട് ആ മിസ്റ്റേക്കുകളൊന്ന് ക്ഷമിക്കണം. അപ്പോൾ അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. കീപ് സ്മൈലിംഗ്, ബി ഹാപ്പി, ബൈ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാൻ ഇനിയും വീഡിയോ ഇടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മിസ് ചെയ്യാൻ കാണാൻ പറ്റും. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.